ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയ ടാറ്റ പഞ്ച് ഇ വിയുടെ പ്രോസ് ആൻഡ് കോൺസ് അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഇപ്പോൾ താൽക്കാലികമായി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് എന്നാണ്. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഈ വാഹനത്തിൻ്റെ പ്രോസ്, അതായത് ഗുണങ്ങളിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഏറ്റവും വലിയൊരു പ്രോ ആയിട്ട് പറയാൻ പറ്റുന്ന ഈ വാഹനത്തിൻ്റെ ഒരു ഡിസൈനാണ്. നമ്മളിപ്പോൾ നോർമൽ പഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് അവർ അത്യാവശ്യം മാക്സിമം ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല എക്യുപ്മെൻറ്റ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും നമുക്ക് ഫ്രണ്ടിലൊക്കെ നെക്സോൺ ഇ വിയിൽ വരുന്ന പോലെ അല്ലെങ്കിൽ ഈവൻ ടാറ്റയുടെ ഒക്കെ ഹാരിയർ, സഫാരി ഈ പറയുന്ന വണ്ടികളുടെ പോലെയൊക്കെ ഇൻസ്പിറേഷൻ ഉള്ള ഒരു ഡിസൈനാണ് അവർ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ സൈസിലൊന്നും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല, ഈവൻ ദോ പ്ലാറ്റ്ഫോം മാറിയെങ്കിൽ പോലും. പക്ഷേ എന്നാൽ പോലും നമ്മൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ സ്റ്റൈലിങ്ങിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം മോഡേൺ ആയിട്ട് തോന്നുന്ന ഒരു വണ്ടിയാണ്. എനിക്ക് ആകെപ്പാടെ തോന്നിയത് അവർക്ക് വേണമെങ്കിൽ റിയറിലും കൂടി ഇത്തിരി മാറ്റങ്ങൾ കൊടുക്കാമായിരുന്നു എന്നാണ്. റിയർ മാത്രം, ഞാനിപ്പോൾ വീഡിയോ സെറ്റപ്പോഴാണെങ്കിലും കുറച്ച് ആൾക്കാർ റിയർ ഡിസൈൻ മാറ്റുന്നതിനെ പറ്റി പറഞ്ഞായിരുന്നു. പക്ഷേ എന്നാൽ ഫ്രണ്ടിൻ്റെ കാര്യത്തിൽ ആർക്കും വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. ഇനി ബാക്കി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം പറയാൻ പറ്റുന്ന ഈ വാഹനത്തിൻ്റെ ഒരു ഡാഷ്ബോർഡ് ലേഔട്ടും അതുപോലെ ഇതിൻ്റെ അകത്ത് വരുന്ന ഫീച്ചേഴ്സൊക്കെയാണ്. ഇത് രണ്ടെണ്ണം അഡീഷണൽ ആയിട്ടാണ് ഏറ്റവും പറയുന്നത്. അതായത് ഒന്ന് ഡാഷ്ബോർഡ് ലേഔട്ടും ഇതിൻ്റെ മൊത്തത്തിലുള്ള ഇൻറ്റീരിയർ ഡിസൈനും പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ്. ഈ ഡാഷ്ബോർഡ് ലേഔട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ പഞ്ച് വന്ന സമയത്ത് അത് കുഴപ്പമില്ല എന്ന് പറയുന്നൊരു ഡാഷ്ബോർഡ് ലേഔട്ടായിരുന്നു. ക്വാളിറ്റി ഒക്കെ ഓക്കെ ആയിരുന്നു. പക്ഷേ എന്നാൽ അതിൻ്റെ അകത്ത് വരുന്ന എക്യുപ്മെൻറ്റ്സ് ഒക്കെ ആണെങ്കിലും വളരെ ബേസിക് എന്ന് ഞാൻ പറയില്ല, എന്നാലും ഭയങ്കര ടോപ്പ് ക്ലാസ് ഒന്നും അല്ലായിരുന്നു. പക്ഷേ എന്നാൽ ഈ പഞ്ച് ഇ വിയിലേക്ക് വന്നപ്പോഴേക്കും അവർ കാര്യങ്ങളെല്ലാം മൊത്തത്തിലൊന്ന് ഇളക്കി മറിച്ചിട്ടുണ്ട്. കാരണം ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലായാലും ഓവറോൾ നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ ഒരു ഡിസൈൻ്റെ കാര്യത്തിലൊക്കെ ആയാലും അവർ അത്യാവശ്യം നന്നായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഡാഷ്ബോർഡ് ലേഔട്ട് നമ്മുടെ നോർമൽ പഞ്ച് പോലൊക്കെ തന്നെയാണ്, അതിൽ വ്യത്യാസമില്ല. പക്ഷേ എന്നാൽ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ പുതിയ സ്റ്റിയറിംഗ് വീല് വന്നു, അതുപോലെ പുതിയ ടച്ച് ബേസ്ഡ് ആയിട്ടുള്ള ഓട്ടോ എ സി വന്നു, 10.25 ഇഞ്ചസിൻ്റെ 2 സ്ക്രീൻസ് വന്നു. ഈ 2 സ്ക്രീൻസ് എന്ന് വെറുതെ പറയാൻ പറ്റില്ല, കാരണം അവരുടെ ഏറ്റവും ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള സഫാരിയിൽ വരെ അവർ കൊടുക്കുന്ന ഈ സെയിം 10.25 ഇഞ്ചസിൻ്റെ ഡിജിറ്റൽ ക്ലസ്റ്ററാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻഫോടൈം സിസ്റ്റം ഒബ്വിയസ്ലി സഫാരിയിലേക്ക് വരുമ്പോഴേക്കും 12.3 ഇഞ്ചാണ്, ഇതിൻ്റെ അകത്ത് പക്ഷേ 10.25 ആണ്. പക്ഷേ അതൊന്നും വലിയ വിഷയമുള്ള കാര്യങ്ങളൊന്നും അല്ല. അതുപോലെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലായാലും ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ്, വയർലെസ് ചാർജർ, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, പിന്നെ 360° പാർക്കിംഗ് ക്യാമറ എന്ന് പറയേണ്ട അങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലും എടുത്ത് പറയാൻ പറ്റും. പ്രത്യേകിച്ച് ഈ ഒരു പ്രൈസ് പോയിന്റിൽ വരുന്ന വണ്ടി, ഇത് ഇ വി ആണെങ്കിൽ പോലും ഇതിൻ്റെ പ്രൈസിങ്ങും വലിയ കുഴപ്പമില്ലാണ്ടാണ് എനിക്ക് തോന്നിയത്. അതിലേക്ക് ഞാൻ വരാം. ഓവറോൾ പ്രൈസിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റിയ വേറൊരു പ്രോഡിയാണത്. ഇനി അതല്ലാണ്ട് ഇപ്പം നിങ്ങൾ ബാക്കി കഴിഞ്ഞല്ലോ, അതായത് ഇൻറ്റീരിയേഴ്സ്, ഫീച്ചേഴ്സ്, ഈ കാര്യങ്ങളൊക്കെ ഓക്കെ. നമ്മൾ ബാക്കി ആസ്പെക്ട്സ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അടുത്തൊരു പ്രോ ഈ വാഹനത്തിൻ്റെ റേഞ്ചാണ്. എനിക്കിതിൻ്റെ റേഞ്ച് അത്യാവശ്യം ആക്സെപ്റ്റബിൾ ആയിട്ടാണ് തോന്നിയത്. കാരണം ഇപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ പ്രൈസിങ് നോക്കുകയാണെങ്കിൽ 11 lakhsലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടിയാഗോ ഇ വിയുടെ ടോപ്പ് എൻ്റെ ഏകദേശം 11.5 lakhs ആണ്. നമ്മുടെ 3.3 kWh ചാർജർ വെച്ച് വരുന്ന മോഡലിൻ്റെ പ്രൈസ്. 7.2 ഉണ്ട്, അത് 12 lakhsന് അടുത്താവും. പക്ഷെ എന്നാലും അതങ്ങനെ അധികം ആൾക്കാർ എടുക്കാറില്ലോ. ഈ വണ്ടിയുടെ സ്മാർട്ട് പ്ലസ് മോഡൽ നമുക്ക് ഈ പറയുന്ന 11.5 lakhs പ്രൈസിലാണ് കിട്ടുന്നത്. അതിൽ 25 kWh ആണ് ഈ വണ്ടിയിൽ വരുന്നത്, 24 kWh ആണ് ടിയാഗോയിൽ വരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു വാഹനം വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ വണ്ടി കുറച്ചുകൊണ്ട് വലുതുമാണ്. ഇതിൻ്റെ അകത്ത് ഏകദേശം സെയിം ആയിട്ടുള്ള റേഞ്ചും കിട്ടും. മാത്രമല്ല നമുക്ക് ഈ പ്രൈസ് പോയിന്റിൽ ഇങ്ങനത്തെ ഒരു വണ്ടി കിട്ടുകയും ചെയ്യും. ടിയാഗോ ഒരു ഹാച്ച് ബാക്ക് ആണ് ആൻഡ് ഒരു എന്താ പറയുന്നത് പഴയ ജനറേഷൻ നമ്മുടെ ഇൻഡിക്ക പ്ലാറ്റ്ഫോമിൽ വരുന്ന വാഹനമാണ്. ഇത് ടാറ്റയുടെ പുതിയ ആൽഫ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്ത Acti.ev അല്ലെങ്കിൽ ആക്റ്റീവ് എന്ന് പറയുന്ന ഇവരുടെ പുതിയ Gen 2 EV ആർക്കിടെക്ചറിൽ വരുന്ന ഒരു മോഡേൺ ആയിട്ടുള്ള വാഹനമാണ്. കാരണം നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ഒരു സ്പേസ് യൂട്ടിലൈസേഷനൊക്കെ അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഈവൻ ഫ്രണ്ട് ട്രങ്ക് വരെ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഫ്രങ്ക് വരെ അവൈലബിൾ ആണ് എന്ന് പറയാം. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഈ വാഹനത്തിൻ്റെ പ്രൈസിങ്, അത് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ഈ ടിയാഗോയുടെ കേസിൽ പറഞ്ഞ പോലെ തന്നെ പ്രൈസിങ്ങിൻ്റെ കാര്യത്തിൽ അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇലക്ട്രിക് വണ്ടിയാണെങ്കിൽ പോലും ഭയങ്കര ഓവർ എക്സ്പെൻസീവായി പോകാണ്ട് അവർ നോക്കിയിട്ടുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. നമ്മളിപ്പോൾ ടോപ്പ് എൻ്റെയൊക്കെ എടുക്കുകയാണെങ്കിലും 14.5 lakhs ആണ് ഈ വാഹനത്തിൻ്റെ എംപവേർഡ് പ്ലസിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. നിങ്ങൾ അത്രയും പ്രൈസ് കൊടുത്ത് അത് എടുക്കണം എന്ന് ഞാൻ പറയില്ല. കാരണം ഓക്കെ അതിൻ്റെ അകത്ത് ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ അതിൽ നിന്നും ഏകദേശം 1.5-2 ലക്ഷം രൂപ താഴെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ലോങ് റേഞ്ചിൽ തന്നെ ഇതിൻ്റെ അഡ്വഞ്ചർ എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് പറയുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്. ഈ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, ഓട്ടോ എ സി, ടച്ച് സ്ക്രീൻ 7 ഇഞ്ചൊക്കെ ആണെന്നേ ഉള്ളൂ. അങ്ങനത്തെ ചെറിയ കുറച്ച് കോസ്റ്റ് കട്ടിങ്സ്. അതിപ്പം മിഡിൽ വേരിയൻ്റ് ആയി ഉണ്ടാവുമല്ലോ. 13 lakhs ആണ് ഈ പറയുന്ന അഡ്വഞ്ചർ മോഡലിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. ലോങ് റേഞ്ചിൽ മീഡിയം റേഞ്ച് ആണ് നോക്കുന്നതെങ്കിൽ 12 lakhs ആണ് എക്സ്ഷോറൂം പ്രൈസ്. എന്ന് വെച്ചാൽ 13 lakhs 14 lakhsൻ്റെ അടുത്തൊക്കെ ആയിട്ട് നമുക്ക് മീഡിയം റേഞ്ചും ലോങ് റേഞ്ചും റെസ്പെക്റ്റീവ്ലി കിട്ടും. ആ ഒരു പ്രൈസ് പോയിന്റിൽ 400 കിലോമീറ്റേഴ്സിൻ്റെ അടുത്ത് ക്ലെയിംഡ്, കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 421 kilometers ആണ് ഇതിൻ്റെ ക്ലെയിംഡ് റേഞ്ച്. അത്രയും ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാലും നമുക്കൊരു 300 kilometers അടുത്തൊക്കെ കിട്ടാണ്ടിരിക്കില്ല. റിയൽ ലൈഫ് യൂസിൽ 300 kilometers ഈ വണ്ടി ഒറ്റ ചാർജിൽ ഓടുക എന്ന് പറഞ്ഞാൽ
പറഞ്ഞാൽ പ്രത്യേകിച്ച് 14 ലാക്സിനടുത്തൊക്കെ ആ ഒരു സംഭവം കിട്ടുന്നത് വളരെ നല്ലതാണ് എന്നാണ് അറ്റ്ലീസ്റ്റ് എനിക്ക് പേഴ്സണലി തോന്നിയത്. നിങ്ങളിപ്പോൾ ഈവൻ നമ്മൾ നോർമൽ നെക്സോൺ, അതായത് മീഡിയം റേഞ്ച് ഇപ്പോൾ വരുന്ന നെക്സോൺ ഫേസ് ലിഫ്റ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ അതിനകത്ത് ബേസ് മോഡൽ 30 kWh ബാറ്ററി പാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. ഈ വണ്ടിയിൽ പക്ഷേ 35 kWh ആണ് വരുന്നത്. നെക്സോണിൽ നമുക്ക് ഏകദേശം റിയൽ ലൈഫ് ബേസ് മോഡലൊക്കെ എടുക്കുകയാണെങ്കിൽ 200 കിലോമീറ്റേഴ്സിനടുത്തൊക്കെ റേഞ്ച് കിട്ടുള്ളൂ. ഈ വണ്ടിയിൽ പക്ഷേ 300 കിട്ടും. അതും അതിനേക്കാൾ പ്രൈസും ഇതിന് കുറവാണ് എന്നുള്ളതാണ് വേറൊരു കാര്യം. കാരണം നെക്സോണിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 14.75 ലാക്സിനടുത്താണ്, ഏത് 30 kWh മോഡലിൻ്റെ എൻട്രി ലെവലിൽ. പക്ഷേ ഈ വണ്ടിയുടെ ഞാൻ പറഞ്ഞല്ലോ 13 ലാക്സ് ആണ് എക്സ്ഷോറൂം പ്രൈസ്. അതിനേക്കാൾ ചീപ്പുമാണ്, അതിനേക്കാൾ കൂടുതൽ ഡിസ്റ്റൻസ് ഇത് കവർ ചെയ്യും, അതിനേക്കാൾ കൂടുതൽ ഫീച്ചേഴ്സും കിട്ടും. പിന്നെ സൈസിൻ്റെ വ്യത്യാസമേ ഉള്ളൂ, അതിപ്പോൾ നിങ്ങളുടെ സ്വന്തം താല്പര്യം ആണല്ലോ. എന്തായാലും അങ്ങനെ മൊത്തത്തിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ നെക്സോണിൻ്റെ കേസും പറഞ്ഞു. പിന്നെ പറയാൻ പറ്റുന്ന ഈ വാഹനത്തിൻ്റെ പവറാണ്. എക്സെപ്ഷണൽ പവർ ഡെലിവറി ആണെന്ന് പറയും. പ്രത്യേകിച്ച് പഞ്ച് പെട്രോൾ 16.5 സെക്കൻഡ്സ് എടുക്കും 0 to 100 എത്താൻ. ഭയങ്കര സ്ലോ ആണ് സത്യം പറയാമല്ലോ. പക്ഷേ എന്നാൽ ഈ വണ്ടിയുടെ കേസിൽ നിങ്ങൾ ഈവൻ മീഡിയം റേഞ്ച് എടുക്കുകയാണെങ്കിൽ പോലും 13.5 സെക്കൻഡ്സ് ആണ് 0 to 100 എത്താൻ എടുക്കുന്നത് 25 kWh ബാറ്ററി പാക്കിൽ. അതിന് ഓൺ പേപ്പർ വലിയ പവറൊന്നുമില്ല, 80 PS-ഉം 114 Nm ടോർക്കും ഉള്ളൂ. പക്ഷേ 13.5 സെക്കൻഡ്സിൽ 0 to 100 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഫാസ്റ്റാണ്. ഇനി അതല്ല നിങ്ങൾ ലോങ് റേഞ്ചാണ് എടുക്കുന്നതെങ്കിൽ ഭയങ്കര ഫാസ്റ്റാണ്. 9.5 സെക്കൻഡ്സിൽ ആ വാഹനം 0 to 100 എത്തും. 122 PS പവറും അതുപോലെ തന്നെ 190 Nm ടോർക്കും ഒക്കെ അത് പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. സോ പവറിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും ഈ വണ്ടിയെ പറ്റി കമ്പയർ ചെയ്ത് അതായത് കംപ്ലയിൻറ്റ് പറയാൻ പോകുന്നില്ല. 3 ഡ്രൈവ് മോഡ്സും വരുന്നുണ്ട്, ഇക്കോ, നോർമൽ, സിറ്റി. അത് ലോങ് റേഞ്ചിലാണ്. നമുക്ക് അഡ്വഞ്ചറിൽ ലോങ് റേഞ്ചിൽ ഈ പറയുന്ന 3 മോഡ്സ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. പക്ഷേ ബാക്കി വേരിയൻസിലൊക്കെ 2 മോഡ്സ് ഉണ്ടാവുള്ളൂ, സ്പോർട്ടും സിറ്റിയും. ഇക്കോണമി ഉണ്ടാവില്ല. പിന്നെ ഇക്കോണമി ഇട്ട് കഴിഞ്ഞാൽ ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ റേഞ്ച് കിട്ടും. ആ ഒരു ഭയങ്കര എക്സെപ്ഷണൽ ആയിട്ടുള്ള പവർ ഡെലിവറി പറയുന്ന 9.5 സെക്കൻഡ്സ് ഒക്കെ മാറും. അത്ര ഒരു വ്യത്യാസമായിട്ട് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ നമുക്കറിയാം സേഫ്റ്റിയുടെ കാര്യത്തിൽ ടാറ്റ ഇപ്പോഴത്തെ വണ്ടികൾ ഒരിക്കലും ഒരു രീതിയിലും പണ്ടും കോംപ്രമൈസ് ചെയ്യാറില്ലായിരുന്നു. ഇപ്പോൾ ഈവൻ ഇതിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ ഈ 11 ലാക്സിൽ ടാറ്റ കൊടുക്കുന്ന വണ്ടിയിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. അതായത് 6 എയർ ബാഗ്സ് ഉണ്ട്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻറ്റ്, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്. ഹിൽ ഹോൾഡ് കൺട്രോൾ കിട്ടില്ല, അത് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കുള്ള മോഡലേ ഉള്ളൂ. ഹിൽ ഡിസൻ കൺട്രോളും ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കുള്ള മോഡലേ ഉള്ളൂ. പക്ഷേ എന്നാൽ നമുക്ക് ബേസിക് ആയിട്ട് വരുന്ന ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റും സാധനങ്ങളൊക്കെ ഇതിനകത്ത് കിട്ടും. പിന്നെ ABS, EBD, ബ്രേക്ക് അസിസ്റ്റ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ടാറ്റ ബേസ് മോഡൽ പോലെ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒരു നല്ല കാര്യം തന്നെയായിട്ട് നമുക്ക് പറയാം. ഇത്രയാണ് എനിക്ക് ഈ വണ്ടിയിൽ മെയിനായിട്ട് ഇതിൻ്റെ പ്രോസിൻ്റെ സൈഡിൽ നിന്ന് തോന്നിയത്. ആൻഡ് ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് കവർ ചെയ്തു. ഇനി കോൺസ് എന്ന് പറയുമ്പം ഇതിൻ്റെ അകത്ത് അങ്ങനെ സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ കോൺസ് ഒന്നും പറയാനില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. കൂടുതൽ എനിക്കെല്ലാം പ്രോസായിട്ട് തന്നെയാണ് തോന്നിയത്. പിന്നെ നിറ്റ്പിക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഫീച്ചേഴ്സ് അവർ ഇതിന് മാത്രം കൊടുത്തിട്ടുണ്ടെങ്കിലും ചെറിയൊരു സാധനം മിസ് ഔട്ടായി പോയിട്ടുണ്ട്. അതാണ് റിയർ AC വെൻസ്. അത് വേണമെങ്കിൽ കൊടുക്കാവുന്ന ഒരു സംഭവമായിരുന്നു, കൺസിഡറിങ് നമുക്കത് എലക്ട്രോസിലൊക്കെ ഈ സെയിം ആൽഫ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ആ വണ്ടിയും വരുന്നത്. അതുകൊണ്ട് അത് ഈ സിമ്പിളായിട്ടുള്ളൊരു സംഭവമായിരുന്നു. പിന്നെ വണ്ടിയുടെ സൈസൊക്കെ വെച്ചപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, വണ്ടിയുടെ ക്യാബിൻ പെട്ടെന്ന് കൂളാവില്ലേ, AC പവർഫുൾ ആയ പോലെ എന്നൊക്കെ. എന്നാലും റിയർ AC വെൻസ് ഉള്ളത് ഒരു ആഡഡ് ഗെയിൻ ആണ്. നമുക്കിപ്പം ഇവിടെയൊക്കെ നല്ല ചൂടാണല്ലോ, പെട്ടെന്നൊരു ചൂടത്തൊക്കെ നിർത്തി നമ്മളൊന്ന് ഗ്ലാസ്സൊക്കെ താത്തിയിട്ട് വണ്ടി എടുക്കുകയാണെങ്കിൽ പോലും അത് കഴിഞ്ഞ് AC ഇടുമ്പം പെട്ടെന്ന് കൂളാവാൻ ബാക്കിൽ AC വെൻസ് അല്ലെങ്കിൽ ബാക്കിലിരിക്കുന്നവർക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് കാറ്റ് കിട്ടും. അതാണ് ഓക്കെ. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നൊരു സംഭവം ഈ വണ്ടിയുടെ ഫീച്ചേഴ്സിൻ്റെ തന്നെ കുറച്ച് പ്രശ്നങ്ങളാണ്. അതിൽ വരുന്ന ഒരു സംഭവമാണ് ഈ വാഹനത്തിൻ്റെ ടച്ച് ബേസ്ഡ് ആയിട്ടുള്ള AC കൺട്രോൾസ്. ഇത് കാണാനൊക്കെ നല്ല രസമാണ്. നമ്മളൊരു വണ്ടിയിൽ ഇപ്പോൾ ടച്ച് ബേസ്ഡ് AC കൺട്രോൾസ്, ഇപ്പോൾ ഈ വണ്ടിയിലാണെങ്കിൽ തന്നെ ആ ഇൻഫോടൈം സിസ്റ്റവും ഇത് അതിൻ്റെ കൂടെ വരുന്ന ഈ ഒരു AC കൺട്രോൾസ് ഒക്കെ വെച്ച് വരുമ്പോൾ ഡിസൈൻ്റെ കാര്യത്തിൽ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പക്ഷേ എന്നാൽ നമ്മൾ യൂസ് ചെയ്ത് വരുമ്പം ഇപ്പം പല വണ്ടികളും ഗ്ലോസി ബ്ലാക്ക് പാനലൊക്കെ തന്നെയാണ് AC, അതിപ്പോൾ റോട്ടറി നോബ് ആണെങ്കിൽ എങ്ങനെയാണെങ്കിലും കൊടുക്കാറുള്ളത്. പക്ഷേ എന്നാൽ ഇതിൻ്റെ അകത്ത് ടച്ച് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ടച്ച് ചെയ്യുമ്പം അതിൻ്റെ അകത്ത് ഒരുപാട് സ്മച്ച് മാർക്സും അതുപോലെ നമ്മുടെ കൈയുടെ ഫിംഗർ പ്രിൻറ്റും സാധനങ്ങളും അങ്ങനെ പിന്നെ പെട്ടെന്ന് പൊടി പിടിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുടച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ഈവൻ ഞാൻ ഈ ടച്ച് ചെയ്യുന്ന കാരണമാണ് പറയുന്നത്, നമ്മുടെ കൈയുടെ പാടൊക്കെ അതിൻ്റെ അകത്ത് എപ്പോഴും വന്ന് കിടക്കുമല്ലോ. പിന്നെ ഇതിൻ്റെ അകത്ത് അറ്റ്ലീസ്റ്റ് അവർ നമുക്ക് ഫാൻ സ്പീഡ് കൂട്ടാനും ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ അപ്പ് ആൻഡ് ഡൗൺ ടോഗിൾസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് റിയൽ ലൈഫ് യൂസബിലിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് എപ്പോഴും അതിനകത്തേക്ക് നോക്കേണ്ടി വരില്ല. എന്നാലും ബാക്കി കാര്യങ്ങൾ ഇപ്പം നമ്മുടെ ഈ മോഡ് മാറ്റുക അല്ലെങ്കിൽ AC ഓഫ് ചെയ്യുക, ഓൺ ചെയ്യുക, ഇങ്ങനത്തെ ബാക്കി ബേസിക് ഫംഗ്ഷനാലിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ടച്ചിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കേണ്ടി വരും. പിന്നെ അടുത്ത 2 സാധനങ്ങൾ ഈ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗും ക്ലസ്റ്ററും റിലേറ്റഡ് ആണ്. ഈ സ്റ്റിയറിംഗ് വീലിലും അവർ സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ജസ്റ്റ് ആ സ്പോക്കിലൊക്കെ പിടിച്ച് ഓടിക്കുന്ന ഒരു ശീലം നിൽക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ബട്ടൺസ് പ്രസ്സായി പോകും. അതായത് ഫോൾസ് ടച്ചസ് ഒരുപാട് വരുന്നതായിട്ട് നെക്സോണിൻ്റെയും അതുപോലെ സഫാരിയുടെയൊക്കെ ആൾക്കാർ കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട്, എടുത്തവരും അതുപോലെ റിവ്യൂസിനാണെങ്കിലും എങ്ങനെയൊക്കെ ആണെങ്കിലും. അത് ഇവരുടെ ഈ പുതിയൊരു സ്റ്റിയറിംഗ് വീലിൻ്റെ ഈ ലേ ഔട്ടിൻ്റെ ഒരു ചെറിയ പ്രശ്നമായിട്ട് നമുക്ക് പറയാം. ബട്ടൺസ് ഒക്കെ സംഭവം കാണാൻ നല്ല ലുക്കാണ് ഈ സ്റ്റിയറിംഗ്. അത് 2 സ്പോക്കാണ്. സഫാരിയിലെ ഹാരിയറിലാണെങ്കിൽ 4 സ്പോക്കാണ്. എന്നാലും ഈ വണ്ടിയിൽ ഇപ്പോൾ 2 സ്പോക്ക് സ്റ്റിയറിംഗ് ഡിസൈനാണ് ഇവർ കൊടുത്തിരിക്കുന്ന. ഇലുമിനേറ്റഡ് ടാറ്റ ലോഗോ ഒക്കെ ഉണ്ട്. അത്യാവശ്യം മോഡേൺ ലുക്കിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ എന്നാൽ അതും ഗ്ലോസി ബ്ലാക്ക് ആയത്, അത് മൊത്തം ഗ്ലോസി ബ്ലാക്ക് പാനലാണല്ലോ. ഈവൻ നടുവിൽ വരെ ഗ്ലോസി
ഫീഡ്ബാക്ക് ആയതുകൊണ്ട് അതും പെട്ടെന്ന് തന്നെ നമുക്ക് കറയാവാനുള്ള സാധ്യതയുണ്ട്. കറ മീൻസ് കറയല്ല, ആക്ച്വലി പൊടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അവിടെയും നമ്മുടെ ഫിംഗർ പ്രിൻറ്റിൻ്റെ മാർക്സ് വരും. അതുപോലെ നടുവിൽ ഇപ്പോൾ നമ്മൾ ഹോണൊക്കെ അടിക്കുമ്പോഴാണെങ്കിൽ കൈ പ്രസ് ചെയ്യുന്ന പാട് അവിടെ എപ്പോഴും വരും. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ക്ലസ്റ്ററാണ്. ക്ലസ്റ്റർ 10.5 പുതിയ ക്ലസ്റ്ററാണ്. അതെനിക്ക് തോന്നുന്നു പറ്റുമെങ്കിൽ അവർക്ക് OT അപ്ഡേറ്റ്സ് ഒക്കെ ചിലപ്പോൾ ശരിയാക്കാൻ പറ്റുമായിരിക്കും, അല്ല ചിലപ്പോൾ ഇനി വരാൻ പോകുന്ന മോഡൽസിൽ പറ്റുമായിരിക്കും. ഇതിൻ്റെ ബ്രൈറ്റ്നസ്സിൻ്റെ അല്ല, ആക്ച്വലി ഗ്ലെയർ അടിക്കുന്നതിൻ്റെയാണ്. ബാക്കിൽ നിന്നൊക്കെ സൂര്യൻ വരുന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ഗ്ലെയർ നമുക്ക് കറക്റ്റ് ഇതിൻ്റെ അകത്ത് അടിക്കുന്നത് കാണാം. അതായത് വിസിബിലിറ്റിയുടെ കാര്യത്തിൽ ചില സമയത്ത് ഇപ്പം നിങ്ങൾ ഉച്ചയ്ക്ക് അങ്ങനത്തെ സമയത്തൊക്കെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഒരിത്തിരി ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ പുതിയ 5GB പ്രോസ് ആൻഡ് കോൺസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.